നമ്മുടെ പാലക്കാടുള്ള പി സരിൻ്റെ ഭാര്യ ഡോക്ടർ സൗമ്യ സരിൻ ആദ്യം എഴുതിയ ബുക്ക് എന്ന് പറയുന്നത് ഈ അടുത്ത് അവർ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ബുക്ക് എൻ്റെ കുട്ടി ഓക്കെ ആണോ എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇനി ഡോക്ടർ സൗമ്യ സരിൻ നമ്മുടെ പി സരിൻ്റെ ഭാര്യ കൂടിയാണ് അവർ. അപ്പോൾ അതുകൊണ്ട് അവർ ഇനി അടുത്ത് എഴുതേണ്ടി വരുന്ന ബുക്ക് എൻ്റെ ഭർത്താവ് ഓക്കെ ആണോ എന്നുള്ളൊരു ബുക്കായിരിക്കുമോ എന്നുള്ള ഭയത്തിലാണ് ഞാൻ. അതുകൊണ്ട് സൗമ്യയോട് എനിക്കുള്ള അഭ്യർത്ഥന എന്ന് പറയുന്നത്, സൗമ്യ തീർച്ചയായിട്ടും ഈ 23-ാം തീയതി കഴിയുന്നത് വരെ, തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്നവരെങ്കിലും ഇവിടെ സരിൻ്റെ ഒപ്പം ഉണ്ടാകണമെന്നും അദ്ദേഹത്തെ പരിപാലിക്കണം എന്നുമാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൻ്റെ കാര്യം നമ്മൾ ഈ സരിൻ നടത്തുന്ന ചില പ്രസ്താവനകളാണ്. നമ്മുടെ രാഷ്ട്രീയത്തിൽ പൊതുവെ അത്തരത്തിലുള്ള തമാശകളൊന്നും ഉണ്ടാവാറില്ല. ഇപ്പോൾ ഇടയ്ക്ക് ഗോവിന്ദൻ മാസ്റ്ററൊക്കെ പറയുന്ന ചില തമാശകൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ. അദ്ദേഹം സീരിയസ് ആയിട്ട് പറയുന്നതാണ്, പക്ഷെ നമുക്ക് തമാശയായിട്ട് തോന്നും. അതിനു മുമ്പ് നമുക്കറിയാം EK നായനാരും KK നായരനും ഒക്കെ ഉണ്ടായപ്പോൾ കുറച്ചുകൂടി രസകരമായിട്ടാണ് ഇത് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ അവരൊക്കെ അത്തരത്തിൽ വളരെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകളായതുകൊണ്ട് അവർ വളരെ കൃത്യമായിട്ടാണ് ഈ തമാശകളെ പോലും ഉപയോഗിച്ചിരുന്നത്. പക്ഷെ സരിനെക്കുറിച്ച് ഞാൻ വിചാരിച്ചത്, സരിൻ വലിയ തോതിലുള്ള ക്ലെയിമുകൾ, അവകാശവാദങ്ങളാണ് വിജയത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചത് തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ, അല്ലെങ്കിൽ വോട്ടെടുപ്പ് കഴിയുന്നത് വരെ എല്ലാവരും അങ്ങനെ തന്നെ പറയും. പണ്ട് VS അച്യുതാനന്ദനൊക്കെ 20-20 കിട്ടും എന്ന് പറഞ്ഞ സമയത്ത് ഏതാണ്ട് 2 സീറ്റാണ് MP മാരാണ് ഇവിടുന്ന് LDFന് വേണ്ടി ജയിച്ചത്. നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും. അങ്ങനെയൊക്കെ എല്ലാവരും പറയും. കാരണം അങ്ങനെ അല്ലാതെ അവർക്ക് പറയാൻ കഴിയില്ല. കാരണം ഒരു ഓട്ട മത്സരത്തിൽ നിൽക്കുമ്പോൾ സെക്കൻഡിനോ തേർഡിനോ വേണ്ടി ഓടാൻ കഴിയില്ല, നമ്മൾ ഫസ്റ്റിന് വേണ്ടി തന്നെ ഓടാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചിരുന്നത് സരിന് ഇത് വളരെ ബോധമുണ്ടെങ്കിലും സരിൻ പുറമെ വെറുതെ പറയുന്നതാണ്. 70,000 വോട്ടുകൾ കിട്ടുമെന്നാണ് സരിൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ വോട്ടെടുപ്പ് കഴിഞ്ഞു, ജനങ്ങളൊക്കെ വോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താണെങ്കിലും സത്യമൊക്കെ പറയുന്നതിന് വലിയ കുഴപ്പമില്ല. അങ്ങനെയുള്ള ഘട്ടത്തിൽ ശരിക്കും രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ഒന്നും അവർക്ക് വലിയ അവകാശവാദങ്ങളോ അല്ലെങ്കിൽ എത്ര ഭൂരിപക്ഷം കിട്ടുമെന്ന് പോലും അവരൊന്നും പറയാത്ത സമയത്ത്, നമ്മുടെ കഴിഞ്ഞ തവണ LDFൽ 3-ാം സ്ഥാനത്തായിരുന്നു 36,000 വോട്ട് കിട്ടിയിട്ടുള്ള പി സരിൻ വന്നിട്ട് പറയുന്നത് അദ്ദേഹത്തിന് 70,000 വോട്ടുകൾ കിട്ടുമെന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ 70,000 വോട്ടുകൾ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നതിന് ശേഷം ഇപ്പോൾ അത് നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം നമ്മളെല്ലാം കൂടി കണക്ക് കൂട്ടി നോക്കിയാൽ ഏതാണ്ട് 1,42,000 43,000 വോട്ടുകളായിരിക്കും മാക്സിമം വരിക എന്നുള്ളത് ഏതാണ്ട് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ടെത്തുമ്പോൾ സരിൻ പറയുന്നത് അദ്ദേഹം പ്രതീക്ഷിച്ചതിൽ നിന്ന് ഒരു 7,000 വോട്ടുകൾ കുറഞ്ഞുപോയി എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഒരു മീഡിയ വണ്ണിൻ്റെ ലേഖകൻ ചോദിക്കുന്നത്, നിങ്ങൾ കണക്ക് കൂട്ടിയാണോ ഇത്തരം അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നൊരു വാചകം, കണക്ക് കൂട്ടുക മാത്രമല്ല കണക്ക് കിഴിക്കാനും എനിക്കറിയാം. അങ്ങനെ ഞാൻ 7,000 കിഴിച്ചുകൊണ്ട് ബാക്കി 63,000, ആ കുറഞ്ഞ വോട്ട് മൊത്തം സരിൻ്റെ ആയിരിക്കും പോവുക. അങ്ങനെ 63,000 വോട്ടുകളിലേക്ക് എത്തും എന്നുള്ളതാണ് നമ്മുടെ സരിൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സരിൻ്റെ ഈ വർത്തമാനമൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഉദയനാണ് താരം എന്ന് പറഞ്ഞൊരു സിനിമ, അത് ശ്രീനിവാസൻ എഴുതിയിട്ടുള്ള സിനിമയാണ്. ആ ശ്രീനിവാസൻ പറഞ്ഞിട്ടുള്ള എഴുതിയിട്ടുള്ള സിനിമ റോഷൻ ആൻഡ്രൂസ് എടുത്തിട്ടുള്ളതാണ്. അതിൽ ശ്രീനിവാസൻ എന്ന് അവതരിപ്പിച്ച ഒരു കഥാപാത്രമുണ്ട്, രാജപ്പൻ തെങ്ങുമൂട് എന്നാണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്. ആ രാജപ്പനായി നമ്മുടെ സരിൻ മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് എൻ്റെ സംശയം. കാരണം രാജപ്പനെ തന്നെ വിളിക്കുന്നത് സരോജ് കുമാർ എന്നാണ്. രാജപ്പനെക്കുറിച്ച് തന്നെ ഒരു ബോധമില്ല. അതുകൊണ്ട് രാജപ്പൻ നമ്മുടെ മോഹൻലാൽ എന്ന് പറയുന്ന നായകൻ്റെ അടുത്ത് ചോദിക്കുന്നത്, താങ്കളുടെ സിനിമയിൽ ഞാനാണോ നായകൻ എന്ന് പലരും ചോദിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ മോഹൻലാൽ തിരിഞ്ഞു നോക്കിയിട്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ആരൊക്കെയാടാ ചോദിച്ചവൻ, അവനെയൊക്കെ വിളിച്ചിട്ട് അടിച്ച് ഞാൻ കരണം പോക്കുമെന്ന് പറയുന്നുണ്ട്. എന്ന് പറയുന്നത് പോലെ യഥാർത്ഥത്തിൽ മറ്റേ വലിയൊരു സ്വന്തം പണിതിട്ടുള്ള ഒരു ലോകത്ത് കൃത്യമായിട്ട് ഇരിക്കുകയാണ് നമ്മുടെ സരിൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ശ്രീനിവാസൻ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, മറ്റേ എൻ്റെ നായകന് കുറച്ചുകൂടി സൗന്ദര്യമുണ്ട് എന്ന മോഹൻലാൽ ശ്രീനിവാസൻ്റെ കഥാപാത്രത്തോട് രാജപ്പൻ തെങ്ങുംപൂടിനോട് പറയുമ്പോൾ രാജപ്പൻ തെങ്ങുംപൂടി ചോദിക്കുന്നുണ്ട് അതിന് മേക്കപ്പ് ഇട്ടാൽ പോരെ എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ പി സരിൻ വിചാരിക്കുന്നത് മേക്കപ്പ് ഇട്ട് ഏതാണ്ട് 36,000 വോട്ട് എന്നുള്ളതിൻ്റെ സ്ഥലത്ത് ഏതാണ്ട് ഒരു 30,000 വോട്ട് കൂടി അല്ലെങ്കിൽ 27,000 വോട്ട് കൂടി കൂടുതലായിട്ട് എത്തിക്കാം എന്നാണ് സരിൻ വിചാരിക്കുന്നത്. ഇതാണ് ഒരു കാര്യം. ഇനി രണ്ടാമത്തെ സരിൻ്റെ അബദ്ധം എന്താണെന്ന് വെച്ചാൽ, സരിൻ പറയുന്നത് വോട്ടിംഗ് പെർസെൻറ്റേജൊക്കെ കുറഞ്ഞു, കാര്യമൊക്കെ ശരി തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും നിസ്സംഗരും നിഷ്പക്ഷരുമായിട്ടുള്ള ആളുകൾ, അതായത് ഈ വോട്ടെടുപ്പിനോടും തെരഞ്ഞെടുപ്പിനോടൊക്കെ നിസ്സംഗത പുലർത്തിയിരുന്ന ആളുകൾ, പിന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പെടാത്ത നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾ, അവരൊക്കെ കൂടി ഒരു ജാഥ വിളിച്ച് ബാൻഡ് മേളവുമൊക്കെ ആയിട്ട് വന്ന് സരിന് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് നയിക്കാൻ പറ്റുന്ന ഒരു നാഥനെ അവർക്ക് കിട്ടിയതെന്നും അത്തരത്തിൽ തിരഞ്ഞെടുക്കപ്പെടാൻ യോഗ്യതയുള്ള ഒരാളെ കണ്ടെത്തിയതും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സരിൻ പറയുന്നത്. സത്യത്തിൽ എനിക്ക് പേടിയാവുന്നുണ്ട്. എനിക്ക് സൗമ്യയോട് പറയാനുള്ളത്, സൗമ്യ ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ 23-ാം തീയതി വൈകുന്നേരം വരെയെങ്കിലും ഇവിടെ നിന്നുകൊണ്ട് സരിനെ കൃത്യമായി കൂടെ തന്നെ നിൽക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, സരിൻ പറയുന്ന മറ്റൊരു വാചകം, ജയിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഷാഫി പറമ്പിലിൻ്റെ MLA ഓഫീസിലേക്ക് പോകും എന്നുള്ളതാണ്.
കഴിഞ്ഞ തവണ പാലക്കാട് ഇതുപോലൊരു കോമഡി നമ്മൾ കണ്ടു. അത് യഥാർത്ഥത്തിൽ നമ്മുടെ ശ്രീധരൻ എന്ന് പറയുന്ന വലിയ ബുദ്ധിയുള്ള ടെക്നോക്രാറ്റായ ഒരു മനുഷ്യൻ രാഷ്ട്രീയത്തിലേക്ക് ചെന്നപ്പോൾ BJPയിലേക്ക് ഇരുന്നപ്പോൾ അദ്ദേഹത്തിന് എന്തോ പറ്റി, റീഡിംഗ് ഒക്കെ തെറ്റി, അദ്ദേഹം MLAയുടെ ഓഫീസ് അവിടെ തുറന്നിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ പി സരീൻ പറയുന്നത് ഷാഫി പറമ്പിലിൻ്റെ മുൻ MLAയുടെ ഓഫീസിലേക്ക് ചെല്ലും, എന്നിട്ട് അവിടെ നിന്ന് കൈമാറ്റം നടക്കണമെന്നൊക്കെയാണ്. അങ്ങനെ കൈമാറേണ്ടതൊന്നും ആവശ്യമില്ല, നമ്മൾ നിയമസഭയിൽ പോയി സത്യപ്രതിജ്ഞ ചെയ്താൽ മതി. സരിൻ എന്തൊക്കെയോ പറ്റിയിരിക്കുന്നു. പിന്നെ അടുത്തത് സരിൻ പറയുന്നത് കേട്ട് ഞെട്ടി. സരിൻ പറയുന്നത് മീഡിയയിലൂടെ തന്നെ VD സതീശനോട് ചോദിക്കുകയാണ്, അദ്ദേഹം ഇനിയും, അതായത് 23-ാം തീയതി കഴിഞ്ഞ് സരിൻ ജയിക്കുമ്പോഴും അദ്ദേഹം പ്രതിപക്ഷ നേതാവായി തുടരുകയാണെങ്കിൽ ഒരു 10 മിനിറ്റിൻ്റെ ഒരു അപ്പോയിൻമെൻറ്റ് സരിന് വേണം, സരിന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുണ്ട് എന്നുള്ളതാണ് സരിൻ പറയുന്നത്. ഇത് കേട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ രാജപ്പൻ തെങ്ങുമൂടിൻ്റെ അവസ്ഥയേക്കാൾ ഭീകരമായിട്ടുള്ളൊരു അവസ്ഥയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് സൗമ്യയോട് ഞാൻ വീണ്ടും പറയുന്നു, ബുക്ക് എഴുതാനുള്ള കണ്ടന്റ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, കാരണം എൻ്റെ ഭർത്താവ് ഓക്കെ ആണോ എന്ന്. അതുപോലെ തന്നെ ഈ പറയുന്നൊരു കാര്യവും മറന്നു പോരുത്, സരിൻ്റെ കൂടെ തന്നെ നിൽക്കാൻ. നമ്മൾ പലപ്പോഴും ഈ ചില സിനിമകളിലൊക്കെ വളരെ അർത്ഥഗർഭമായിട്ടുള്ള കഥാപാത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ജൂനിയർ മാൻട്രാക്ക് എന്ന് പറയുന്ന സിനിമ, ആ സിനിമയിൽ ജഗതിയുടെ ഒരു കഥാപാത്രമുണ്ട്. അതായത് അദ്ദേഹത്തിന് പെട്ടെന്ന് കുറേ പണം കിട്ടുമ്പോഴേക്കും അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ കൊക്കോ കോളയോ പെപ്സിയോ മേടിച്ച് മുഖം കഴുകുന്നത് കാണുന്നുണ്ട്. ശരിക്കും പെപ്സിയോ കൊക്കോ കോളയോ മേടിച്ച് മുഖം കഴുകിയാൽ അത്രയും മോശമാണ്. പക്ഷേ എങ്കിൽ കാശുള്ളതിൻ്റെ ഒരു ഡമ്പ് കാണിക്കാൻ അദ്ദേഹം അത് മേടിച്ച് മുഖം കഴുകുകയാണ്. ഇതേപോലെ തന്നെയുള്ള ചില പ്രചരണ പ്രവർത്തനങ്ങളും ഇതിനിടെ കൂടി സരിൻ നടത്തി. അതിൽ ഏറ്റവും പ്രമുഖമായിട്ടുള്ള പങ്ക് വഹിച്ചത് ഡോക്ടർ സൗമ്യ സരിനാണ്. സൗമ്യ ഇതിൽ പ്രചരണത്തിനില്ല, ഞാൻ ഒന്നിനുമില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും സൗമ്യ വന്നതിന് ശേഷം നിരവധി ഇൻ്റർവ്യൂകളാണ് അങ്ങോട്ട് കൊടുത്തത്. ആ ഇൻ്റർവ്യൂകളിലെല്ലാം സൗമ്യ ശരിക്കും സരിനെ അങ്ങോട്ട് പുകഴ്ത്തി, സരിനെ ശരിക്കും ഒരു സെൽഫ്ലെസ്സായ, ഒട്ടും സ്വാർത്ഥതയില്ലാത്ത, അധികാരമോഹം തൊട്ടുതീണ്ടിയിട്ടില്ലാത്ത, എന്നാൽ ശരിക്കും ജനസേവനം ചെയ്യാതെ ഒരിക്കലും ഇരിക്കപ്പുറതയില്ലാത്ത ഒരു മനുഷ്യനായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് സൗമ്യ കിടന്ന് പെടാപ്പാട് വിടുകയായിരുന്നു. എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത്, നമ്മുടെ അഴകിയ രാവണൻ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. ഈ അഴകിയ രാവണൻ എന്ന് പറഞ്ഞ സിനിമയിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. ഈ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രം ഭാനുപ്രിയോട് പറയുന്നുണ്ട്, അതിലെ നായിക കഥാപാത്രത്തിനോട് പറയുന്നുണ്ട്, സഹായിക്കാതെ ഞാൻ വിടില്ലാതാണ് എന്ന് പറഞ്ഞാൽ അവർ ചോദിക്കാതെ തന്നെ അവരെ സഹായിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, സഹായിക്കാതെ ഞാൻ വിടില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ പി സരിൻ എന്ന് ഇപ്പം ഒരു പദവി കിട്ടിയില്ലെങ്കിലും, പദവിയോടൊന്നും ഒരു മോഹമില്ലെങ്കിലും, തീർച്ചയായിട്ടും ഈ ജനത്തിന് മുമ്പിൽ നിൽക്കാനും ജനത്തിന് കഴിയുന്ന സഹായം ചെയ്തു കൊടുത്തേ പറ്റൂ, അല്ലാതെ അടങ്ങില്ല എന്നുള്ളതാണ് സൗമ്യ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാചകം. പിന്നെ സൗമ്യ പറയുന്ന ചില മണ്ടത്തരങ്ങളൊക്കെ കേട്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയി. അത് പിന്നെ നമ്മുടെ വീണ, ഒറിജിനൽസ് ബൈ വീണ എന്ന് പറയുന്ന ആ ചാനലിലും പല ചാനലുകൾക്കൊക്കെ ഏതാണ്ട് 2 ദിവസം മുമ്പ് കറക്റ്റ് ഇൻ്റർവ്യൂകൾ വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മിക്കവാറും പെയ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ അവരങ്ങോട്ട് അഭ്യർത്ഥിച്ചിട്ട് നടത്തിയേക്കുന്ന പരിപാടി ആയിരിക്കുള്ളൂ, സരിനെ ഒരു പ്രൊഫൈലൊന്ന് പൊലിപ്പിക്കാൻ. സരിനെയൊക്കെ സംബന്ധിച്ച് സുഖലോലുപതയിൽ അങ്ങേയറ്റം ആറാടി ജീവിക്കാവുന്ന എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും ശ്രീബുദ്ധനെ പോലെ അതെല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം എന്ത് ചെയ്തു, ജനങ്ങളുടെ ഇടയിലോട്ട് ഇറങ്ങി. എന്നിട്ടാണ് അദ്ദേഹം വലിയ ത്യാഗം അനുഭവിക്കുന്നത്. അധികാരമോഹം ഒട്ടുമില്ലാത്തതുകൊണ്ട് BJPയിൽ ജോയിൻ ചെയ്തില്ല, അതുപോലെ തന്നെ CPMൽ ജോയിൻ ചെയ്തില്ല, പകരം കോൺഗ്രസിൽ ജോയിൻ ചെയ്തു. എൻ്റെ പൊന്ന് സൗമ്യ, ഇവിടെ അരിഭക്ഷണം കഴിക്കുന്ന ഞങ്ങൾക്കും ചപ്പാത്തി കഴിക്കുന്ന ബംഗാളികൾക്കും അറിയാം, 2021 അടുത്ത തവണ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് വിചാരിച്ച് തന്നെയാണ് വന്ന് ജോയിൻ ചെയ്തത്. എന്നിട്ട് സൗമ്യ ചോദിക്കുന്ന വേറൊരു കാര്യം, തോക്കുന്നൊരു സീറ്റിൽ ആരെങ്കിലും മത്സരിക്കുമെന്നാണ്. ഒറ്റപ്പാലം സീറ്റേ കിട്ടിയുള്ളൂ, അവിടെ തന്നെ ഇടിയാണ്, അത് തന്നെ കിട്ടിയത് വലിയ ഭാഗ്യമാണെന്ന് വിചാരിച്ചാൽ മതി. അല്ല ജയിക്കുന്ന സീറ്റ് കൊടുത്തിട്ട് എറണാകുളം കൊടുത്തിട്ട് വേണ്ട എനിക്ക് ഒറ്റപ്പാലത്ത് പോയി മത്സരിക്കാമെന്ന് പറഞ്ഞതല്ല സൗമ്യ. ഇതൊക്കെ ആരോടെ പറയുന്നത്? പിന്നെ ഇന്ത്യൻ അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് സർവീസിൽ നിന്ന് ഇദ്ദേഹം റിട്ടയർ ചെയ്തു, അതിൻ്റെ ആവശ്യമില്ലായിരുന്നു, എല്ലാ അധികാരങ്ങളോടും കൂടി ഇരിക്കാമായിരുന്നു. അതിനേക്കാളൊക്കെ 10 ഇരട്ടി വലിയ അധികാരമാണ് തീർച്ചയായിട്ടും MLA ആകുന്നതും മന്ത്രിയാകുന്നതും എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ഈ വക അഭ്യാസങ്ങളൊന്നും നമ്മുടെ അടുത്ത് ഇറക്കിയിട്ട് യാതൊരു കാര്യവുമില്ല. സൗമ്യ പറയുന്നത് പോലെ ഈ 2016 വരെ വലിയ ത്യാഗപൂർണമായിട്ടുള്ള ഒരു ജീവിതം നയിച്ചു എന്നൊക്കെ പറഞ്ഞാൽ, ഇതിനേക്കാളൊക്കെ നിരവധി ത്യാഗപൂർണമായി ജീവിതം നയിച്ചിട്ടുള്ള 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള K കരുണാകരനും VS അച്യുതാനന്ദനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് സൗമ്യ. അതുകൊണ്ട് ഇത്ര വലിയ ത്യാഗം ചെയ്ത അതീവ മിടുക്കനായിട്ടുള്ള ഒരാളാക്കി സൗമ്യ അവതരിപ്പിച്ചു. കുറച്ച് കടുത്ത കൈയായിപ്പോയി. പിന്നെ അടുത്തൊരു കാര്യം പറയുകയാണ്, ഒരു ക്വിസറായിരുന്നു നമ്മുടെ സരിൻ എന്ന് പറയുന്നത്. അതായത് എഞ്ചുവടിയൊക്കെ പേടിച്ച് പഠിച്ചു തുടങ്ങിയ ഒരു പ്രായമാണ്. അതായത് എബ്രഹാം ലിങ്കണൊക്കെ മറ്റേ തെരുവുളക്കിൻ്റെ താഴെ എഴുതി പഠിച്ചു എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ. ശരിക്കും ഒരു കോമഡി പ്രോഗ്രാമിൽ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഈ എബ്രഹാം ലിങ്കണൊക്കെ തെരുവുളക്കിൻ്റെ താഴെ എഴുതി പഠിച്ചു എന്ന് പറയുമ്പോൾ ഒരാൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്,
2-2:30 3 മണിക്ക് ക്ലാസ് വിട്ട് വരും, 4 മണിക്ക്. അത് കഴിഞ്ഞിട്ട് വേറെ പുറത്ത് എവിടെയെങ്കിലുമൊക്കെ തെണ്ടിത്തിരിഞ്ഞ് വന്ന് പിന്നെ താഴെയുള്ള തിരുവിളക്കിൻ്റെ താഴെ ഇരുന്ന് പഠിക്കുന്നതിന് പകരം അവർ ഈ 4 മണി മുതൽ 6 മണി വരെ ഇരുന്ന് പഠിച്ചുകൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. എന്ന് പറയുന്നത് പോലെ എഞ്ചുവടി മേടിച്ച് പഠിച്ച് ക്വിസിനൊക്കെ പ്രിപ്പയർ ചെയ്ത് വളരെ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള സാധാരണ കുടുംബത്തിൽ നിന്ന് വലിയ ലെവലിലേക്ക് എത്തിയ ഒരാൾ എന്നൊക്കെ പറയുമ്പോൾ എന്നെ പൊന്ന് സൗമ്യ, ഞാനിപ്പോൾ കഥയൊന്നും പറയുന്നില്ല, ചാണകവറളി ഉണ്ടാക്കി വിറ്റ്, അതായത് ചാണകം ഉണ്ടാക്കി പരത്തിയെടുത്ത് മറ്റേ തെങ്ങുമേലും മരത്തേലും ഒട്ടിച്ച് വെച്ച് അതുണ്ടാക്കി വിറ്റിട്ടുള്ള അമ്മയുടെ മകൻ്റെ എനിക്ക് കഥ പറയാനുണ്ട്. മണിപ്പൂരിൽ നിന്ന് വളരെ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ചെരിപ്പൂത്തിയുടെ മകൾ IIT പഠിച്ച കഥ പറയാനുണ്ട്. ഇതുപോലെ 100 കണക്കിന് കഥകൾ പറയാനുണ്ട്. ഇനി സൗമ്യ അറിയാൻ പാടില്ലെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഈ വൈക്കത്തൊരു ഹോസ്പിറ്റലുണ്ട്, ഒരു ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റൽ ഉണ്ടാക്കിയ ആള് ഒരു പിച്ചക്കാരനെ എടുത്തു വളർത്തിയ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 3-4 സിസ്റ്റേഴ്സ് അടക്കമുള്ള ആളുകൾ അസുഖം ബാധിച്ച് മരിച്ചുപോയവരാണ്. അങ്ങനെ പഠിച്ച് ഏറ്റവും അവസാനം അയാൾ MBBS പഠിക്കുമ്പോൾ പഠിക്കാൻ പണമില്ലാതെ കല്യാണം കഴിക്കേണ്ടി വന്ന ഒരാളാണ്. അങ്ങനെ കല്യാണം കഴിച്ചതിന് ശേഷം ആ പ്രായത്തിൽ തന്നെ ആ കല്യാണം കഴിച്ചിട്ടുള്ള വീട്ടുകാരുടെ ഭാര്യയുടെ ചെലവിൽ പഠിച്ച് പാസ്സായ ഒരാളാണ്. ഇങ്ങനെയുള്ള നിരവധി കഥകൾ എനിക്ക് പറയണ്ട, അതൊന്നും ഞാൻ പറയുന്നില്ല. സൗമ്യ, ഇതൊക്കെ നമുക്ക് മനസ്സിലാവും, നാട്ടുകാർക്കും മനസ്സിലാവും. എൻ്റെ ഭർത്താവിനെ ഒന്നുകൂടി വെളുപ്പിക്കാൻ അല്ലെങ്കിൽ പരസ്യം പിടിക്കാനായിട്ട് ഇത്തരത്തിൽ വളരെ വെൽ ക്രാഫ്റ്റഡ് ആയിട്ടുള്ള ഈ പറയുന്ന പോലെ കൃത്യമായിട്ട് ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ കൊടുത്തു. അത് സൗമ്യ സരിൻ വളരെ ഗംഭീരമായിട്ട് അവതരിപ്പിച്ചു. പക്ഷേ സൗമ്യക്ക് മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള ഈ പറയുന്ന ഗിമ്മിക്കുകളൊന്നും കൊണ്ട് പാലക്കാട് വോട്ട് കിട്ടും എന്ന് സൗമ്യ വിചാരിക്കരുത്. സൗമ്യ നന്നായി അവതരിപ്പിക്കാൻ മിടുക്കുള്ള ഒരാളാണ്, നല്ല പ്രസൻറ്റബിൾ ആയിട്ടുള്ള ഒരാളാണ്. മറ്റേ വീണയായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ ഒരു കാര്യം കൂടി എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഇൻ്റർവ്യൂവിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് കോളിംഗ് ബെല്ലടിക്കുന്നു, സരിൻ വന്ന് കയറുന്നു. അത് ആക്സിഡൻ്റലായിട്ട് വന്ന് കയറിയതാണെന്നുള്ളൊരു പ്രതീതി ജനിപ്പിക്കുന്നു. എൻ്റെ പൊന്ന് വീണ, ഈ നാട്ടിലെ എല്ലാവരും തന്നെ ഇപ്പോൾ ക്യാമറ ഉപയോഗിക്കുന്നവരാണ്. അവർക്കൊക്കെ അറിയാം, മറ്റേ ലൈറ്റിംഗ് ഒക്കെ ചെയ്ത് ക്യാമറ നേരെ ഡോറിൻ്റെ അങ്ങോട്ട് വെച്ചില്ലെങ്കിൽ ക്യാമറ കിട്ടില്ല എന്നല്ലാതെ അത് കട്ട് ചെയ്ത് വീണ്ടും എടുത്ത് കയറ്റിയതാണെന്നും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് വീണ ഇത്തരത്തിലുള്ള ഇൻ്റർവ്യൂ ഒക്കെ നിങ്ങൾ കൊടുക്കണമെന്നും തെറ്റില്ല. അതൊക്കെ എല്ലാവരും ചെയ്യുന്ന ഗിമ്മിക്കുകളും പരിപാടിയൊക്കെയാണ്. മറ്റുള്ള രീതിയിൽ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നത് തന്നെയാണ്. അതിലും പക്ഷേ വീണയോടൊക്കെയുള്ള സരിൻ്റെ വർത്തമാനം എന്ന് പറയുന്നത് അങ്ങേറ്റം കൃത്രിമമായിട്ടുള്ള വർത്തമാനമാണ്. പാലക്കാട്ടുകാരൊരു നാഥനില്ലാതെ ഉഴലുകയായിരുന്നു. ഇതാ ഒരു നാഥനെ നയിക്കപ്പെടുവാൻ അവർക്ക് നയിക്കാനായിട്ട് ഒരാളെ കിട്ടിയിരിക്കുന്നു എന്നുള്ളതൊക്കെ അവർ കണ്ടെത്തി. അതുകൊണ്ട് നിസ്സംഗരും നിഷ്പക്ഷരുമായിട്ടുള്ള ആളുകളൊക്കെ അതെല്ലാം ഉപേക്ഷിച്ച് രാവിലെ പറയുന്ന പോലെ മുണ്ട് ഷർട്ടുമിട്ട് തലയിലൊരു തോർത്തും കെട്ടി വന്ന് വോട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ വലിയ കഷ്ടമാണ് എന്നേ പറയാനുള്ളൂ. ഇത് സത്യത്തിൽ ഇത് പറയാതിരിക്കാൻ വയ്യ. ഞാൻ തുറന്നു പറയാം, ഞാൻ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ, വോട്ടെടുപ്പ് കഴിയുന്നവരെ സരിന് വോട്ട് കുറയുമെന്ന് ഞാൻ പറഞ്ഞില്ല. എൻ്റെ 99% എൻ്റെ നിഗമനം എന്ന് പറയുന്നത് അവിടെ CPMന് വോട്ട് കുറയുമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ വോട്ട് കുറയുമ്പോൾ സരിനെ അടുത്ത് നിർത്തി കൃത്യമായി നോക്കണം എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. യഥാർത്ഥത്തിൽ അദ്ദേഹം ചെയ്യേണ്ടത് ഈ രാഷ്ട്രീയമോ ഈ വെപ്രാളവും ഒന്നും അദ്ദേഹത്തിന് പറ്റിയ പണിയല്ല. അതുകൊണ്ട് ജനത്തെ സഹായിച്ചേ തീരൂ എന്ന് പറയുന്ന താങ്കളുടെ ആത്മാർത്ഥതയും സെൽഫ്ലെസ് ആയിട്ടുള്ള 1% പോലും സ്വാർത്ഥതയില്ലാത്ത ഒരു മനുഷ്യനെയും കണ്ടെത്തിയതിലുള്ള സന്തോഷം ഞങ്ങൾക്കുണ്ട്. പക്ഷേ ഏതെങ്കിലും പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്ത് എവിടെയെങ്കിലും ഡോക്ടറായിട്ട് അദ്ദേഹം വീണ്ടും ജോലി ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലാതെ ഇത്തരം ഗിമ്മിക്കുകൾ കൊണ്ടൊന്നും കേരളത്തിലെ ആളുകളെ കബളിപ്പിക്കൽ അത്ര എളുപ്പമല്ല എന്നാണ് പ്രിയപ്പെട്ട സൗമ്യ സരിനോട് പറയാനുള്ളത്. പിന്നെ മറ്റേ ബുക്കിൻ്റെ കാര്യം പറഞ്ഞു പോകണ്ട, എൻ്റെ ഭർത്താവ് ഓക്കെയാണ്.